ഹലോ ഗായ്സ്, ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് കോട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നമ്മൾ ദക്ഷ മോള് ആദ്യമായിട്ട് പോയ അംഗനവാടിയാണ്. ആദ്യമായിട്ട് ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പാലക്കാടേക്ക് വന്നപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്തതാണ്. സൺഡേ ആയതുകൊണ്ട് ഇവിടെ ആരുമില്ല, ഒക്കെ ലീവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ മോള് വന്ന ആ ടൈമിലൊക്കെ ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അന്ന് മുറ്റത്തൊന്നും ടൈല് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു മാറ്റം. പിന്നെ മേലൊക്കെ നല്ല ഷീറ്റിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളിലെന്തേ മാറ്റം വരുത്തിക്കണമെന്ന് നമുക്കറിയില്ല, കാരണം ലീവായതുകൊണ്ട്. അപ്പോൾ ഇതാണ് ദക്ഷമോൾ ഫസ്റ്റ് അംഗനവാടി. ദക്ഷമോൾ 2 അംഗനവാടി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലക്കാട് നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ കോട്ടയത്തിലെ അംഗനവാടിയിലും പോയിട്ടുണ്ട്, പാലത്തറ അംഗനവാടിയിലും. അപ്പോൾ ഇതാണ് അംഗനവാടി. പിന്നെ ഇങ്ങനെ അംഗനവാടിൻ്റെ ഈ റോഡിൻ്റെ ഈ സൈഡിൽ വലിയൊരു കനാലാണ്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ മഴക്കാലത്ത് തോടും കനാലുകളൊക്കെ നിറഞ്ഞൊഴുകിയിരിക്കും. പക്ഷേ ഈ തോട് മഴക്കാലത്തൊന്നും വെള്ളം ഉണ്ടാവില്ല. അത് മഴ പെയ്ത കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേനൽക്കാലത്ത് കൃഷിക്കാവശ്യമായ വെള്ളം ഒഴുക്കുന്ന കനാലാണ്. മലമ്പുഴ ഡാമിൽ നിന്ന് കൃഷിക്കാവശ്യമായ വെള്ളം മാത്രം ഒഴുകുന്നത്. അപ്പോൾ ആ സമയത്ത് കനാലൊക്കെ നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി ഇടും. പുല്ലുകളും ചണ്ടികളും ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ നല്ല വൃത്തിയാക്കി ഇടും. പിന്നെ ഇങ്ങനെ നമ്മളിത് അംഗനവാടി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ സൈഡിൽ ഒരു ബിൽഡിങ് വന്നിട്ടുണ്ട്. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു രജിസ്റ്റർ ഓഫീസാണ്. ഇത് പുതിയതായി വന്നതാണ്. നമ്മളുള്ള സമയത്തൊക്കെ ഇവിടെ ഫുള്ള് മുളങ്കാടുകളായിരുന്നു നിറച്ച്. ഇത് പുതിയൊരു ബിൽഡിങ്ങാണ്. ഓപ്പണായെന്നാണ് തോന്നുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ആരും കാണുന്നില്ല. പിന്നെ ഈ കടകളൊന്നും വന്നില്ലായിരുന്നു. ഇങ്ങനെ നേരെ മെയിൻ റോഡ് കാണായിരുന്നു. പിന്നെ മെയിൻ റോഡ് കുറച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു വില്ലേജ് ഓഫീസുണ്ട്. ഇത് ആദ്യം ഉണ്ടായിരുന്നു, നമ്മളുള്ള സമയത്തുണ്ട്. നമ്മൾ 2017-18 സമയത്തായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെ റെയിൽവേൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് പോകണം. അംഗനവാടി പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പം ഇങ്ങനെ നടന്നിട്ട് വരുന്നതാണ്. ഇത് അതിൻ്റെ തൊട്ടത്തിലുള്ള ഒരു അമ്പലമാണ്, അമ്പലത്തിൻ്റെ ആൽത്തറ. ഈ അമ്പലത്തിൽ ഞാൻ ഒരിക്കൽ ആനയൂട്ടുണ്ടായിരുന്നു. അന്ന് ആനയ്ക്കാണ് പിന്നെ പഴം ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഓർമ്മ പേടിയാണ്, എന്നാലും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്തത് അമ്പലം കഴിഞ്ഞ് അടുത്തത് കുളത്തെ അമ്പലക്കുളമാണ്. ഈ കുളത്തിൻ്റെ അക്കരെ ഇതാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ വ്യൂ. പിന്നെ റോഡിൽ നിന്ന് പിന്നെ കുളം വലിയ കുളമാണ്. അപ്പോൾ രാവിലെ നമ്മൾ അലക്കാൻ വരും. കുളിക്കുന്നില്ല, കാരണം പബ്ലിക് സ്പേസല്ല. അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്നില്ല. എല്ലാവരും കുളിക്കുന്ന കുളമൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്, നമ്മൾ കുളിക്കാറില്ല. അപ്പോൾ ആ കുളത്തിൻ്റെ അക്കരെ കാണുന്ന നീല പെയിൻ്റ് അടിച്ച വീടായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അടുക്കളയിൽ നോക്കിയാലും ബെഡ്റൂമിൽ നോക്കിയാലൊക്കെ ഈ കുളം ഇങ്ങനെ കാണാം. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. വഴിയിൽ നിന്ന് ഇങ്ങനെ എടുത്താണ് ഈ കുളമൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി സ്ഥലമല്ലേ, പച്ചപ്പ്.